ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ 6th ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ആ പ്രിപ്പറേഷനൊക്കെയാണ്. ഇനി ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് കിട്ടിയാൽ എങ്ങനെ നമ്മളത് വായിച്ചെടുക്കണം എന്നുള്ളതും എങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കേണ്ടതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളും ഒരിക്കലും എല്ലാ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അങ്ങനെ ചില ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ കൃത്യമായിട്ട് അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇൻഫർമേഷൻസ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും അതിനെ നമ്മൾ അനാലിസിസ് നടത്തുന്നതും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതും. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത്